സത്യസന്ധമായി പറഞ്ഞാൽ മന്ത്ലി ചിലവ് കൂടുതലാണ്. ഒരു 3 to 3.5 lakhs വേണം എന്ന് പറഞ്ഞാൽ അത്രയും ഉണ്ടെങ്കിൽ എനിക്കൊരു മാസം 50,000 രൂപയ്ക്ക് കൂടി വണ്ടിക്ക് എണ്ണ അടിക്കേണ്ടി വരും. ഇപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് കൊട്ടാരക്കര വരെ പോകണമെങ്കിൽ ഞാനിപ്പോൾ ഈ മാസം തന്നെ വണ്ടിക്ക് ഏതാണ്ട് 70,000 രൂപയുടെ ഡീസൽ അടിച്ചു. കാര്യം ഞാൻ ട്രിവാൻഡ്രം പോയി വന്നത് തന്നെ ഒരു 6-7 പ്രാവശ്യമുണ്ട്. ബെൻസ് ട്രിവാൻഡ്രം വരെ പോയിട്ട് വരണമെന്നുണ്ടെങ്കിൽ 10 മൈലേജേ ഉള്ളൂ. ഇതേ വണ്ടി കൊച്ചിയിൽ ഓടിക്കഴിഞ്ഞാൽ 7-8 മൈലേജേ കിട്ടും ട്രാഫിക്കിൽ. ഞാൻ കണ്ണൂര്, കാലിക്കറ്റ്, പിന്നെ ഇതൊക്കെ പ്രോഗ്രാമും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് അതനുസരിച്ച് ഇൻകം ഉണ്ട്. ഞാൻ പറഞ്ഞത് അതൊക്കെ അത്രയും വരും. പിന്നെ വീട്ടു ചെലവ്, കുട്ടികളുടെ പഠിത്തം, അച്ഛൻ്റെ അമ്മയുടെ മരുന്ന്, അവർക്ക് കൊടുക്കുന്ന അല്ലാതെ കൊടുക്കുന്ന പൈസ, ചിട്ടി, പിന്നെ ഈ പറഞ്ഞ കണക്ക് ഫ്ലാറ്റിൻ്റെ ലോണ്, BMW ബൈക്കിൻ്റെ ലോണ്, ബെൻസിൻ്റെ ലോണ്, കൂപ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതിങ്ങനെ മിനിമം ഒരു 3-4 ലക്ഷം വേണം മാസം. പിന്നെ 3 to 3.5 lakhs ഒരു മന്ത്ലി എങ്ങനായിരുന്നു. ഇത് ഈ ഭയങ്കര ബാധ്യത പേടി വരുന്നുണ്ടോ? ഐ മീൻ ഇപ്പൊ പെരുമാറ്റത്തിന് എല്ലാ മേഖലകളും ഉണ്ട്. സിനിമയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ തീരും കേട്ടോ. ചോദിക്കുന്നുണ്ടാ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇത് ഇല്ലാത്തൊരു സമയത്ത് ഞാൻ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഞാൻ പറഞ്ഞത് ഒന്ന് എല്ലാം 20% ഉള്ളൂ ലോൺ എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പം ബെൻസ് ഞാൻ എടുത്ത പ്രൈസിന്റെ 20% ഇല്ലെന്ന് തോന്നുന്നു. 15 ലക്ഷം രൂപ ലോണേ ഞാൻ ബെൻസിൽ ഇട്ടിട്ടുള്ളൂ. ഓക്കെ. അതിൽ തന്നെ 3 വർഷത്തേക്ക് ഇട്ടതുകൊണ്ടാണ് അടവ് ഇത്രയും വരുന്നത്. 3 year ഉള്ള അടവ്. അതിനിപ്പം ഒരു 1 year കൂടെ കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും. ഓൾമോസ്റ്റ് ഇപ്പം 2 വർഷത്തോളം ആവാറാവും. അത് ക്ലോസ് ആവും. പിന്നെ ബൈക്ക്, അത് ചെറിയ അടവാണ്. അത് ചെറിയ ലോണേ ഉള്ളൂ. അതിനും 8 ലക്ഷം രൂപയുടെ ലോണേ അതിനുള്ളൂ. വില ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയോ? ആക്ച്വലി നമ്മളിത് പറയുമ്പം ഒരു സാധാരണ ഒരാൾ ചിലപ്പം നമ്മളെ അടി വന്നിട്ട് 4 കമൻറ്റും ഒക്കെ പറഞ്ഞ് നമ്മളെ പരിഹസിച്ചേക്കാം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്. പക്ഷേ ഞാൻ പറഞ്ഞതാണ് 2200 cc അടയ്ക്കാൻ പറ്റാതിരുന്ന ഞാൻ ഇന്ന് ബാങ്ക് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണ്, നിങ്ങൾക്ക് 50 ലക്ഷത്തിൻ്റെ ലോൺ വേണോ? ഞാൻ പറയും എനിക്ക് വേണ്ട ഇയാളല്ലോ, എനിക്ക് വേണ്ട എന്ന് പറയാം. ഒരിക്കലും ഏതോ ഒരു ബാങ്ക് മാനേജർ ഇതണക്ക് എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന്, അപ്പം പുള്ളി ട്രാഫിക് ഡിലേ ആയി. ഞാൻ 11 മണിക്ക് വരണേന്ന് പറഞ്ഞിട്ട് ഞാൻ സലൂണിൽ വെയിറ്റ് ചെയ്യാം. പുള്ളി 11:15 വന്നത്. ഞാൻ ഇറങ്ങിപ്പോകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഇരിക്കുന്നത് ഞാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി സാറേ അവിടെ എത്തി, ഇപ്പോൾ 2 മിനിറ്റ് 1 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് എത്തി. ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഒരുപാട് കാലം പല ബാങ്കുകാരുടെയും പുറകെ കാല് പിടിച്ച് ഞാൻ നടന്നിട്ടുണ്ട്. ഇനി ഒരുത്തൻ്റെയും കാല് പിടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറയുന്ന സമയത്ത് എന്നെ വന്ന് കണ്ട് ഞാൻ പറയുന്ന കാര്യം അപ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി. പണ്ട് അങ്ങനെ നടന്ന എന്നെ ഇനി അങ്ങനെ നടത്തിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിലയില്ലാതെ നടന്ന കാലമുണ്ട്. ഇപ്പം ഞാൻ അങ്ങനെ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം അങ്ങനെ ഞാൻ സംസാരിക്കുന്ന ഒരു സമയം, അതൊക്കെയാണ് ഞാൻ പലപ്പോഴും നമ്മൾ ഡിമാൻഡ് ആയി വരുന്നതിൻ്റെ ഇതിനുള്ളിൽ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തികൾ ഉപരിയായിട്ട് ഒരു ലഹരി നിറഞ്ഞൊരു സന്തോഷം കിട്ടുന്നില്ല, ഒരു ആനന്ദം. അത് കാര്യം. ഇതെല്ലാം ഇപ്പം ഒരുപാട് പിള്ളേരും ഒക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ലൈഫിനെ ഞാൻ സത്യത്തിൽ പലതും പോരാടി നേടിയെടുത്തതാ. ഞാൻ ഇപ്പം ഈ 2200 cc കാര്യം പറഞ്ഞില്ലേ, ഇതുപോലെ തന്നെയാണ് ഞാൻ കാർഷിക വായ്പ 2-2.5 ലക്ഷം രൂപ എടുത്തിട്ട് ഒരു വർഷം 10,000 രൂപ അടച്ചാൽ മതി. അതടയ്ക്കാനില്ലാതെ നടന്നിട്ടുണ്ട്. പിന്നീട് ഈ 2.5 ലക്ഷം രൂപയ്ക്ക് 5.25 ലക്ഷം രൂപ കൊണ്ട് അടച്ച് ഞാൻ ക്ലോസ് ചെയ്തു. 2.5 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് എടുത്തിട്ട് 5.25 ലക്ഷം രൂപ റവന്യൂ റിക്കവറി ആയത്, പ്രോപ്പർട്ടി റവന്യൂ റിക്കവറി ആയത് നമ്മുടെ. അത് ഞാൻ കൊണ്ട് ക്ലോസ് ചെയ്തപ്പം ഈ അവരുടെ അതായത് നിയമത്തിന് അവർ മറ്റേ കേസ് കൊടുക്കുമല്ലോ, ആ കേസിൻ്റെ ചാർജ് ഉൾപ്പെടെ 22,000 രൂപ ഞാൻ അഡീഷണൽ കൊടുത്തു. അല്ലെങ്കിൽ സിബിൽ സ്കോർ റെഡി ആവത്തില്ല. പിന്നെ ഈ ലോണെല്ലാം ചെറുതെടുക്കാൻ കാര്യം സിബിൽ ആദ്യം കുറവായിരുന്നു. ആദ്യമൊന്നും ലോൺ കിട്ടിയില്ല. വോൾവോയൊക്കെ റെഡി പൈസയൊക്കെ എടുത്തു. വിലയില്ലാത്ത കാലത്ത് നേരത്തെ പറഞ്ഞ 2000 EMI പോലും അടയ്ക്കാൻ പറ്റുന്ന സമയത്ത് ഞാൻ സഹായം ചോദിച്ചിട്ട് അത് നിരസിച്ച അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് വരെ പറഞ്ഞിട്ടുള്ള വ്യക്തികളിൽ നിന്ന് എനിക്ക് വിലയുള്ള ഞാൻ എന്നെ തന്നെ വിലയിട്ടൊരു കാലത്തെ തൊട്ട് ഈ വ്യക്തികൾ തിരിച്ചു വരുന്നൊരു കർമ്മ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാടുണ്ടായിട്ടുണ്ട്. അത് ചില വ്യക്തികളിലോട്ട് ഞാൻ ഉദാഹരണം പറയാം. കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് ആക്ഷേപിച്ച് വീഡിയോ ചെയ്ത ഒരു സുഹൃത്ത് കൊട്ടാരക്കരയിലുണ്ട്. ഓക്കെ. രണ്ടുപേരുടെ സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ അവർക്ക് ബിഗ് ബോസിലേക്കുള്ള ഒരു എൻട്രിയുടെ ഒരു ഭാഗമായിട്ട് ചെയ്താണ്. എന്നോടുള്ള പേഴ്സണൽ വിരോധമൊന്നും അല്ല എന്ന് അവർ പറയുന്നു. അവനെ ആവശ്യത്തിനും അതേ ഒരാൾ കുറേ നാളുകൾക്ക് ശേഷം അയാളുടെ കുട്ടിക്ക് സുഖമില്ലാതെ എന്നെ വിളിച്ചു. കുട്ടിയുടെ ഫോട്ടോയൊക്കെ അയച്ചു തന്നു. ഒരു 25,000 രൂപ കടം ചോദിച്ചുകൊണ്ട് വിളിച്ചതാണ്. ഞാൻ പറഞ്ഞു കടം ഞാൻ തരത്തില്ല. കടം തന്നാൽ ഒരു പ്രശ്നം ഞാൻ തിരിച്ചു പ്രതീക്ഷിക്കും. ഇത് നിങ്ങളാരും ചിലപ്പോൾ തരത്തില്ല. അപ്പോൾ വെറുതെ ഒരു ശത്രുത വെറുതെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു നിൻ്റെ കുഞ്ഞിൻ്റെ കാര്യമില്ല, ഒരു 10,000 രൂപ ഞാൻ തന്നേക്കാം, എനിക്ക് തിരിച്ചു തരണ്ട.
കടമായിട്ട് തരാൻ പറ്റത്തില്ല, 25,000 കടമില്ല, ഒരു 10,000 രൂപ തരാം, അതൊരു സഹായമായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയൊരു സന്തോഷം, എന്നെപ്പറ്റി ഭയങ്കര നെഗറ്റീവായിട്ട് പറഞ്ഞ് സംസാരിച്ച ഒരാൾ അവനൊരു ആപത്ത് വന്നപ്പം എന്നെ വിളിക്കാൻ തോന്നി. എന്തുകൊണ്ടായിരിക്കും അത്? അവൻ്റെ ഒപ്പമുള്ള പലരും അവനെ സഹായിക്കാതെ തള്ളി പറഞ്ഞപ്പോഴും അവൻ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ശത്രുവാക്കി അവതരിപ്പിച്ച എന്നെ തന്നെ അവൻ വിളിച്ചെങ്കിൽ അതാണ് എൻ്റെ ക്വാളിറ്റി. സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവൻ വിളിക്കുന്നത്. എനിക്കറിയാം, എൻ്റെ സുഹൃത്താണ്, എൻ്റെ കൂടെ എല്ലാവരും വിളിക്കാനും നിൽക്കേണ്ട. ഈ സഹായം ചോദിച്ചിട്ട് വിളിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ പക സ്വീറ്റ് റിവെഞ്ച് ആയിട്ട് മോശം അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു വിഷമം വാക്കാൽ പ്രവർത്തിക്കുകയോ സഹായിക്കാതിരിക്കുകയോ ചെയ്യുന്നേക്കാൾ പെയിൻ ഉണ്ടാക്കുന്ന ഒരു പക്ഷേ സഹായിക്കുന്നതായിരിക്കും മനസ്സിൽ കിടക്കുന്നില്ലെങ്കിൽ. അതാ പറഞ്ഞ, അത് ആൾക്കുള്ളില് ഇത് കിടപ്പുണ്ട്. മാരാറിനെതിരെ ഞാൻ സംസാരിച്ച മാരാർക്ക് അറിയും എന്നുള്ള ബോധ്യം ആൾക്കുണ്ടെങ്കിൽ അപ്പൊ ഇങ്ങനെ സഹായിച്ചതാണ് ആൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ പെയിൻ ആക്ച്വലി അല്ലേ. പെയിൻ അവന് ചിലപ്പോൾ മേ ബി അത് രണ്ട് രീതി അനുഭവപ്പെട്ടേക്കാം. പക്ഷെ എൻ്റെ ഒരു സന്തോഷം അവൻ എന്നെ വിളിക്കാൻ തോന്നിയല്ലോ എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടി വിളിച്ചാൽ ഞാൻ നല്ല പാട്ട് ഞാൻ വെച്ച് കൊടുക്കും. ചിലരൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ചിലർക്ക് അവർക്ക് അത് 7 വരാവും. ഞാൻ പറയും, ജോലിയുണ്ട്, ജോലി ചെയ്ത് ജീവിക്കണം, ആരോഗ്യമുള്ള ഒരാളെ ഞാൻ സഹായിക്കത്തില്ല. അല്ലെങ്കിൽ അത്രയും സാഹചര്യമായിരിക്കണം. ആരോഗ്യമുള്ള ഒരാൾക്ക് അയാൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വിളിച്ചാൽ ഓക്കെ. ഇവിടെ എണീച്ചടക്കാൻ വയ്യാത്തവർ, ഒരു രീതിയിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ശാരീരിക പ്രശ്നങ്ങൾക്കാണ് അലയുന്ന നിരവധി മനുഷ്യരുണ്ടായിരുന്നല്ലോ. ഇതെല്ലാം എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ പറയുന്നതും കേട്ടിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ 100 അതിൽ മറ്റേ സിനിമയിൽ പറഞ്ഞില്ല, ഇപ്പൊ ടെക്നിക്ക് കിട്ടി കൊട്ടാരക്കാരുള്ള സുഹൃത്തുക്കളോടാണ് മാരാറിന്ന് പൈസ ഇട്ടുന്നുണ്ടെങ്കിൽ പൈസ ഇതിലേക്ക് എന്താ പറയാ, വെറുതെ ചോദിക്കരുത്, കടമായിട്ട് ചോദിക്കുക, 4 ചീത്ത പറയാ. അല്ല, 6 മാസം കഴിഞ്ഞ് നമുക്ക് ഇന്നലകളിൽ ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാർ, ഇന്നലകളിൽ എനിക്കൊരു 500 രൂപ എടുത്ത് തന്നിട്ടുള്ള മനുഷ്യർ, അവർക്കൊക്കെ അതിൻ്റെയൊക്കെ 10 ഇരട്ടി വെച്ചിട്ട് സഹായിച്ചിട്ടുണ്ട്. 500-ന്റെ അല്ല, പറയാം, ഉദാഹരണം പറയണം. ശരിക്കും ഈ സഹായിക്കാത്തവർക്കും വിലകൽപ്പിക്കാത്തവർക്കും ഇത്തരം നമ്മളെ സഹകരിച്ചവരെ വേണ്ട വിധത്തിൽ കാണാറുണ്ട് അല്ലേ. അങ്ങനെ അത് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നെ ഒരു പേരിന്, അതായത് ഒരു ചെറിയൊരു സപ്പോർട്ട്. ഇപ്പം ഞാൻ പണ്ടൊരു തിരക്കഥ എഴുതിക്കൊണ്ട് നടന്നപ്പം പലരും കേൾക്കാതെ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞപ്പം വെറുതെ അതിൽ കേട്ടൊരുത്തിനെ ഞാൻ എൻ്റെ സിനിമയിൽ അഭിനയിപ്പിച്ചിട്ടുണ്ട്. ഓർത്ത് 10 വർഷങ്ങൾക്ക് ഇപ്പുറം അത് ഓർത്ത് അന്ന് ആ കഥ കേട്ട സ്നേഹത്തിൽ, കേൾക്കാൻ മനസ്സ് കാണിച്ച സ്നേഹത്തിൽ വിളിച്ചിട്ടുണ്ട്. ആദ്യമായി ഞാൻ സിനിമയിലേക്ക് പോകും, സിനിമയെ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിച്ച് എനിക്കൊരു റെസ്പെക്റ്റ് ഒക്കെ തന്ന് സാറേന്ന് വിളിച്ച് കൂടി ആൾക്കാരുണ്ട്. അന്ന് ഞാൻ ആരുമല്ല, എന്നെ പരിഹസിച്ചുകൊണ്ട് നടക്കുന്നിടയ്ക്ക് ഒരാൾ വന്നിട്ട് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരു റെസ്പെക്ട് തരികയാണ്. അയാൾ അറിഞ്ഞോ അറിയാതെ എന്നെ അങ്ങ് സാറേന്ന് വിളിച്ചേക്ക്. അപ്പം ഞാൻ വിചാരിച്ചെന്നറിയാം, ഇവൻ എന്തിനാണ് എന്നെ സാറേന്ന് വിളിച്ചത്? ഇനി ചിലപ്പോൾ എന്നെ സൂചിപ്പിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഭാവിയിൽ രക്ഷപ്പെടുമെന്നുള്ള അയാളെ പ്രതീക്ഷയായിരിക്കാം. രണ്ടായാലും അയാളുടെ ആഗ്രഹത്തിനാണെങ്കിൽ പോലും ഞാൻ രക്ഷപ്പെടുമെന്ന് അയാൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, അയാൾക്ക് എന്നിലൊരു വിശ്വാസമുണ്ടല്ലോ, അയാളെ ഞാൻ ഓർത്ത് വിളിച്ചിട്ടുണ്ട് സിനിമയിൽ ഒരു വേഷം കൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ട്.